ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ സൺഡേ ചെറിയൊരു സെലിബ്രേഷൻ കാണുമെന്ന്. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷന് ചെറിയ മന്തി ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നും മന്തി ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് വിറകടുപ്പിൽ വെളിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിറകൊന്നുമില്ല, ഇവിടെ അടുപ്പ് ഉപയോഗിക്കുന്നില്ല, മൊത്തത്തിൽ ഗ്യാസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ മറ്റേ തെങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടൊരു അടുപ്പ് കൂട്ടി വെളിയിലേക്കാണ് വെച്ചേക്കുന്നത്. നമ്മൾ നാട്ടിലായിരുന്ന സമയത്ത് നമുക്കവിടെ വിറകടുപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനായിട്ടൊരു ചെമ്പ് വെച്ചു. ചെമ്പ് നല്ലപോലെ ചൂടായി വന്നപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് തക്കാളി, ക്യാപ്സിക്കം, സവോള, പിന്നെ നമ്മുടെ മാഗി ക്യൂബ്, ഇത്ര സാധനമാണ് ഇടുന്നത്. ഇതിപ്പോൾ എടുത്തില്ല കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞിട്ടേ എടുത്തുള്ളൂ. ഇതെല്ലാം അരിഞ്ഞു വെച്ചത് നിങ്ങളെ കാണിച്ചാണ്. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് തന്നെ ഞങ്ങൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തരുന്ന കേട്ടോ. ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് ഇതുപോലത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന കിഡുമായിട്ട് ഉണ്ടാക്കി തരും. പിന്നെ മക്കൾസ് അത് ഉണ്ടാക്കുന്നതിനിടയിൽ വന്ന് നിന്നതാണ്. അരി പിന്നെ കുതിർത്ത് വെച്ചു. ഒരു 2 മണിക്കൂറോളം കുതിർത്ത് വെച്ച അരിയാണ്. നമ്മൾ മന്തിക്ക് എണ്ണ ഉപയോഗിക്കാതെ ചിക്കൻ ഫ്രൈ ചെയ്യത്തില്ല. മറ്റേ അപ്പച്ചെമ്പിനകത്ത് വെച്ച് ആവി കയറ്റിയിട്ട് ആണ് എടുക്കുന്നത്. ചിക്കൻ മസാല ഒക്കെ തേച്ച് തലേന്ന് രാത്രിയിൽ അത് ഇന്നലെ വൈകുന്നേരം വെച്ചു. ഇന്ന് രാവിലെ അതെടുത്ത് അപ്പച്ചെമ്പിനകത്ത് വെച്ച് ആവി കയറ്റുവാണ്. അപ്പം നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചല്ലോ. തീ ഭയങ്കര ചതിയായിരുന്നു ഗൈസ്. ഗ്യാസിലുണ്ടാക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അടുപ്പിലുണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം വിറകും കൂടി ഇല്ലാത്തതുകൊണ്ട് തീ കത്താൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേര് ആഞ്ഞ് ശ്രമിച്ചു, ഊതി അതി കത്തിച്ചേ. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ പകുതിയായപ്പോൾ വിചാരിച്ചു വെറൈറ്റി വേണ്ടായിരുന്നു, അവിടെ ഗ്യാസിൽ തന്നെ വെച്ചാൽ മതിയെന്ന്. മൂത്തവർ പറയുന്ന അനുസരിക്കണം. ഞങ്ങളോട് ആദ്യമേ അമ്മച്ചി പറഞ്ഞതാ, വേണ്ട, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല, ഇതിനെ മുറിക്കരുതെന്ന്. അപ്പം അഹങ്കാരം, അങ്ങനെയല്ലാതെ പിന്നെ എന്നാ പറയാനാ. അപ്പോൾ ഞങ്ങളിതെല്ലാം ഇട്ടു. അപ്പോൾ ഇതിനകത്ത് സ്പൈസസ് ഇടുവാണ്. നാരങ്ങ, ജാതിക്ക, പിന്നെ മറ്റേ ബിരിയാണി ലീഫ്, ബേ ലീഫ്, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതെല്ലാം ഇട്ടു. ഇതെല്ലാം ഇട്ട് വീണ്ടും ഊതി കത്തിച്ചത് ചൂടായി വന്നപ്പോൾ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ചാൽ കാണിച്ചില്ലേ, അതെല്ലാം കൂടി ഇട്ടു. അപ്പം നല്ലപോലെ തീ കത്തുന്നുണ്ട്. എന്താണെന്നറിയാവോ, മറ്റേ ചൂട്ട് കൊണ്ടുവന്ന് വെച്ചു. തെങ്ങിൻ്റെ ഓല ഉണങ്ങിയത് അത് വെച്ചു. പിന്നെ ഇതിനായിട്ടുള്ളൊരു ഇതുണ്ടാക്കുവാണ്. അതിനൊരു തക്കാളിയും സവോളയും പച്ചമുളകും കൂടെ നല്ല പേസ്റ്റ് ആക്കാനായിട്ട് അവളുടെ കൊടുത്തിട്ടുണ്ട്. അവളത് പേസ്റ്റ് ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റൂളിട്ട് ഊതുക കേട്ടോ. പിന്നെ അണച്ചിയാണ് ഇതെല്ലാം ഇളക്കുന്നത്. അണച്ചിയുടെയാണ് റെസിപ്പി ഫുള്ള്. അണച്ചിയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടോ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തീ കത്തി. ഞാനിങ്ങനെ ഇരുന്ന് ഇളക്കി കൊടുക്കുക. അതുകൊണ്ടോ തീ കത്തിയപ്പോഴത്തേക്ക് നമുക്കിട്ട് പണി തരുക. തീ ഭയങ്കരമായിട്ട് കത്തുക, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. ഗ്യാസിലാണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ കുറച്ച് വെച്ചാൽ ഇത്രേ വരുള്ളൂ, കൂട്ടി വെച്ചാൽ ഇത് തീ കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ട് അങ്ങ് കത്തും. കത്തത്തില്ലെങ്കിലോ കത്തത്തേയില്ല. വേണ്ട, പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥ ഇത്. അത് അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നോ, അത് അവൾ പേസ്റ്റാക്കി കൊണ്ടുവന്നു. അതെല്ലാം നല്ല സെറ്റായപ്പോൾ അതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിളയ്ക്കുന്നവരെ അടി പിടിക്കാതെ ഇളക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഇളക്കുക. ഇളക്കുന്നതിൻ്റെ ഇടയിൽ തീ പോകും, ഉണ്ടോ. അപ്പോൾ തീ പോയി, അപ്പോൾ തിളയ്ക്കത്തില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ്, ആ നേരത്തെ ഇതൊക്കെ മിക്സി കഴുകി ശകലം വെള്ളം ഒഴിക്കണമല്ലോ. ഇതെന്നാണെന്നറിയാവോ, നമ്മൾ അപ്പച്ചമ്പി വെച്ച് വേവിച്ചില്ലേ, ആ വെള്ളമാണ്. ഈ വെള്ളം കൂടെ കൂട്ടി അളന്ന് ഒഴിക്കുന്നത്. കാരണം മസാലയുടെയും കാര്യങ്ങളും എല്ലാം വെള്ളത്തിനകത്തോട്ട് വീണിട്ടുണ്ടല്ലോ. 1 ഗ്ലാസ് അരിക്കോ 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവ് വെച്ചിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം അളന്ന് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ച്. എന്താ നേരത്തെ തക്കാളി എല്ലാം മിക്സി ജാറിൽ ഇരിക്കുമായിരുന്നേ. അപ്പം കഴുകി വേറെ വെള്ളം ഒഴിക്കണ്ടല്ലോ. അപ്പം അത് തന്നെ അളന്ന് വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. വീണ്ടും ഞങ്ങൾ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് ഊതി കത്തിച്ചു, തിളപ്പിച്ചു. ഇപ്പം ഞങ്ങൾ ഒത്തങ്ങി എടുത്തുകൊണ്ട് പോയി ഗ്യാസേ വെക്കണമെന്നൊക്കെ ഓർത്തു. പക്ഷേ വേണ്ടി വന്നില്ല കേട്ടോ. ഞങ്ങളുടെ ബിരിയാണി അടുപ്പത്ത് തന്നെ റെഡിയായി. അയ്യോ, ബിരിയാണിയല്ല, മന്തി. അപ്പോൾ ഇത് വെച്ചു. പിന്നെ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങി മയോണൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം മുട്ട പുഴുങ്ങാൻ വെച്ചു. പുഴുങ്ങിയാണ് മയോണൈസ് അടിക്കുന്നത് അല്ലേ. നല്ലപോലെ തിളച്ചു കൊണ്ടോ. അപ്പോൾ അതിലേക്ക് അരി ഇട്ടു. ഇത്ര നേരത്തെ ഞങ്ങളുടെ പരിശ്രമം എന്നറിയോ, നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കരുത്. പിന്നെ എപ്പോഴും പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടുപോകുന്നതേ ഉള്ളൂ. ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റേ റീൽ ഞങ്ങളും ഇടുമില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയത്തില്ലാത്തതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന്. ഞങ്ങളെ കൊണ്ട് ആ റീൽ ഇടിപ്പിക്കാതെ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതല്ലേ നല്ലത്. ഭീഷണിയൊന്നുമല്ല കേട്ടോ, റിക്വസ്റ്റാണേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ മയോണൈസ് അടിക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളകും ഉപ്പും വെളുത്തുള്ളിയും പിന്നെ വിനെഗറും ഒഴിച്ചടിച്ചു. നമ്മുടെ ചിക്കനും വെന്ത് റെഡിയായി സെറ്റായി വന്നു. വലിയ ഓയിലി അല്ലാത്ത ചിക്കൻ. റൈസും റെഡിയായി. ഇത് മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.